നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റാൽ 3 പ്രാവശ്യങ്ങൾ ചീറ്റണം എന്നായിരുന്നു. വൈന്ന ഷെയ്ത്താന യബീത്തു അലാ ഖൈസുഹും, ഈ പിശാചോൻ്റെ മൂക്കിലാണ് താമസിക്കണമെന്നായിരുന്നു. ഇതൊന്നും വ്യാഖ്യാനൻ്റെതല്ല കേട്ടോ. ഞാൻ ഇവരെ അംഗീകരിക്കുന്ന സർവ്വ യാഥാസ്ഥിക വിഭാഗം വരെ അംഗീകരിക്കുന്ന ഫത്തുൽ ബാരിൻ്റെ ഷറഹ് മുസ്ലിമിൻ്റെ വ്യാഖ്യാനം മാത്രമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫത്തുൽ നബവി മാറിയാണ്. ഇവിടെ ഷെയ്ത്താൻ ഓൻ്റെ മൂക്കിലാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഷെയ്ത്താനാ. ആ ഷെയ്ത്താൻ ഊതിയാ പോണ ഷെയ്ത്താനാ കൂട്ടരെ, ഊതിയാ പോണ ഷെയ്ത്താൻ്റെ. അപ്പോൾ ഇവിടെ നബവിയാണ് ഉബാറ്, ധൂളി, മണ്ണിൻ്റെ പൊടി, പിന്നെ മൂക്കിലെ കൊറ്റെന്നറിയില്ല, കൊറ്റന്, ആ ചിരപ്പ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അവിടെ ഉദ്ദേശിച്ചത് എന്നാണ്. കാരണം വൃത്തികേടൊക്കെ മ്ലേച്ഛതയൊക്കെ മ്ലേച്ഛതയൊക്കെ എന്താണ് ഷെയ്ത്താനിലേക്ക് ചേർത്തി പറയാം. ആ പ്രയോഗം മുഹമ്മദ് നബി ഉപയോഗിച്ചതാണെന്നാണ് ആര് ഷറഹ് മുസ്ലിമിൽ. അല്ലാതെ മറ്റേ ഷെയ്ത്താന് രക്തത്തു കൂടിയൊക്കെ കഴിക്കണല്ല, മൂക്കിൽ മാത്രം താമസിക്കുക. മൂക്കിലെന്തോണ്ട് പണി? ഓ മനസ്സിലല്ലേ വസ്വാസം ഉണ്ടാക്കാൻ തീറ്റാ പോണ ജിന്നാണത്. അപ്പൊ ഇവിടെ ഷറഹ് മുസ്ലിം വരെ പറഞ്ഞ് ധൂളികൾ, മൂക്കിലെ ആ വൃത്തികേടുകൾ അതൊക്കെ ആ രോമത്തോ പറ്റിക്കുന്നുണ്ടാവും. അപ്പോൾ എഴുന്നേറ്റാൽ തന്നെ ഒന്ന് തുപ്പുക എന്നാണ്.